അടിമനുകം ചുമലിൽ തൂക്കിയ തൊഴിലാളികളെ. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ സർവ്വതാ യോഗ്യനായ പി കൃഷ്ണപിള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്, സ്വാതന്ത്ര്യ സമര സേനാനി. 14-ാം വയസ്സിൽ കൃഷ്ണപിള്ള അനാഥനായി. 21-ാം വയസ്സിൽ അലഹബാദിൽ ചെന്ന് ഹിന്ദി പഠിച്ചു മടങ്ങിവന്ന് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ പ്രവർത്തകനായി തീർന്നു. 1930 ജനുവരിയിൽ ഉപ്പു സത്യാഗ്രഹം നടത്താൻ വടകരയിൽ നിന്നും പയ്യന്നൂരിലേക്ക് പോയ ജാഥയുടെ പതാകവാഹകനായതോടെ പി കൃഷ്ണപിള്ളയുടെ ജീവിതം ആധുനിക കേരള ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നു. 1906 ഓഗസ്റ്റ് 19 മുതൽ 1948 ഓഗസ്റ്റ് 19 വരെ 42 വർഷം നീണ്ട ഇതിഹാസ തുല്യമായ ആ ജീവിതത്തിൽ സഖാവ് ചിന്തിച്ചതും പ്രവർത്തിച്ചതും ജീവിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയായിരുന്നു, തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ഒളിവിൽ കഴിയവേ സർപ്പദംശനമേറ്റ് കൃഷ്ണപിള്ള വിടവാങ്ങിയെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന് അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാ കാലത്തും ഒരു അനുഭവ പാഠമാണെന്ന് തീർച്ച. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ അനുഭവ പാഠങ്ങളുടെ അപര്യാപ്തതയായത് അവിചാരിതം. പ്രതിസന്ധികളിലെല്ലാം മുന്നോട്ട് നടക്കാൻ സഖാക്കളോട് ആഹ്വാനം ചെയ്ത കൃഷ്ണപിള്ളയുടെ ഒരു ഓർമ്മദിനം കൂടിയെത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥത്തിന് പ്രാധാന്യമേറുകയാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ന്യൂസ് ഡെസ്ക്, ഏഷ്യനെറ്റ് റേഡിയോ. നമ്മുടെ ചുവന്ന പൂക്കാലം.